ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചിയെ കാണാതായതോടുകൂടി തന്നെ രേവതി ആകെ വിഷമത്തിലായിരിക്കും. രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണ്. എങ്ങോട്ടേക്കാണ് പോയതെന്നോ എവിടെയാണെന്നോ ഒരു വിവരവുമില്ല. എല്ലായിടത്തും അന്വേഷിച്ചു മടുത്ത രേവതി ഒടുവിൽ ശരത്തിനെയും കൂടിയിട്ട് തിരച്ചിൽ തുടങ്ങാണ്. രവീന്ദ്രൻ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അവൻ വല്ല ഓട്ടവും പോയതായിരിക്കും മോളെ എന്ന് പറയും. അപ്പോഴേക്കും രേവതിയുടെ ഉള്ളിൽ തീയായിരിക്കും. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നില്ല, തിരിച്ചു വിളിക്കുന്നുമില്ല. നേരം ഇരുട്ടിയിട്ടും സച്ചി വരാത്തത് കൊണ്ട് തന്നെ രേവതി ആകെ തളർന്നുപോയി. തുള്ളി വെള്ളം പോലും കുടിക്കാതെ അവൾ ആ ഉമ്മർത്ത് തന്നെ ഇരുന്നു. ലക്ഷ്മിയമ്മയും മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ സങ്കടം മാറുന്നില്ല. രാത്രി വൈകി എല്ലാവരും ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് സച്ചി കയറി വരുന്നത്. രവീന്ദ്രൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടപാട് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, എടാ നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു എന്ന്. ഈ പെണ്ണിവിടെ ആഹാരം പോലും കഴിക്കാതെ നിന്നെ കാത്തിരിക്കായിരുന്നു എന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കും. അന്നേരം സച്ചി നിസാരമായി പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ ഞാനൊരു ഓട്ടം പോയതായിരുന്നു എന്ന്. ഫോൺ എന്തേ ഓഫായത് എന്ന് ചോദിച്ചപ്പോൾ ചാർജ് തീർന്നു പോയി എന്ന് പതിവ് ന്യായം പറഞ്ഞു. രവീന്ദ്രന് ദേഷ്യം സഹിക്കാനായില്ല. വണ്ടിയിൽ ചാർജർ ഉണ്ടായിരുന്നിട്ടും അത് നീ കുത്തിവെക്കാൻ നിനക്കെന്താ തോന്നിയില്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് ഒച്ചയിട്ടു. രേവതിക്ക് ഇതൊക്കെ കേട്ടിട്ട് നല്ല സങ്കടം വന്ന് നിൽക്കുമ്പോഴാണ് സച്ചി അവളുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന 8500 രൂപ അവളുടെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇത് ഇന്നത്തെ എന്റെ സമ്പാദ്യമാണ്. നിനക്ക് ഇന്നലെ 7000 രൂപ കിട്ടിയപ്പോൾ എന്നേക്കാൾ കൂടുതൽ സമ്പാദിച്ചു എന്ന് നീ പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്ക് നിന്നേക്കാൾ കൂടുതൽ സമ്പാദിക്കണമെന്നുണ്ടായിരുന്നു. സച്ചിയുടെ ഉള്ളിലെ ഒരു വാശി രേവതിയെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ തമാശക്ക് പറഞ്ഞ കാര്യം സച്ചി ഇത്ര കാര്യമായി എടുക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇതിനു വേണ്ടിയിട്ടാണല്ലോ അവൻ പാതിരാത്രി വരെ പണിയെടുത്തത് എന്നോർത്തപ്പോൾ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. സച്ചി അവളെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും രേവതിക്കത് താങ്ങാനായില്ല. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും സുധിയും കൂടി ആ ഒരു വീട് വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാണ്. രവീന്ദ്രൻ പിന്നെ ആലോചിച്ചിട്ട് മതിയെന്ന് പറയുന്നുണ്ടെങ്കിലും ശ്രുതിക്ക് ഇപ്പൊ തന്നെ അത് വേണമെന്നുണ്ട്. 2 ദിവസം ആ വീട്ടിൽ പോയി താമസിക്കാം. നിങ്ങളാരും ആ വീട് കണ്ടിട്ടില്ലല്ലോ എന്ന് അവൻ പറയുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര ആവേശം വന്നു. അത്രയും വലിയൊരു വീട്ടിൽ താമസിക്കാൻ പോവാണല്ലേ എന്ന സന്തോഷത്തിൽ അവരിങ്ങനെ പറഞ്ഞ് അതിന് സമ്മതിക്കാനേ. പിറ്റേന്ന് രേവതി ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് ലക്ഷ്മിയമ്മയും ദേവുവിനെയും കണ്ടു. തന്റെ കയ്യിലുണ്ടായിരുന്ന പണത്തിൽ നിന്നും ഒരു വിഹിതം അവൾ അമ്മക്കും ശരത്തിനുമൊക്കെ കൊടുക്കാൻ നോക്കി. താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് എന്നും അത് അമ്മ വാങ്ങിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കണമെന്നും നിർബന്ധിച്ചു പറഞ്ഞ് അവരെ കൊണ്ട് അത് വാങ്ങിപ്പിച്ചു. ആ സമയത്താണ് സുധിയും ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നത്. വീട് വാങ്ങിക്കാനുള്ള 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അവിടുത്തെ വിശ്വനാഥൻ എന്നയാൾക്ക് ക്ഷേത്രത്തിൽ വെച്ച് പണം കൈമാറണമെന്ന് നിർബന്ധമുണ്ട്. രേവതി അവരെ കണ്ടപ്പോൾ സ്നേഹത്തോടെ അടുത്തേക്ക് ചെന്നു. ശ്രുതിയോട് കാര്യം തിരക്കിയപ്പോൾ പണം കൊടുക്കാൻ വന്നതാണെന്ന് അവൾ അഹങ്കാരത്തോടെ പറഞ്ഞു. ഒരു അർച്ചനയൊക്കെ കഴിപ്പിച്ചിട്ട് പണം കൈമാറിക്കൂടെ എന്ന് രേവതി ചോദിച്ചപ്പോൾ, നിന്റെ റെക്കമെൻഡേഷനൊന്നും വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നായിരുന്നു ശ്രുതിയുടെ മറുപടി. ലക്ഷ്മിയമ്മ ഭഗവാന് മാല ചാർത്താൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും സ്വന്തം കാശ് കൊടുത്ത് വാങ്ങുന്നതേ ഭഗവാന് പ്രീതിയുള്ളൂ, അല്ലാതെ സൗജന്യമായി കിട്ടുന്നതല്ല എന്ന് പറഞ്ഞ് ശ്രുതി അവരെ അപമാനിച്ചു. അവൾ അഹങ്കാരത്തോടു കൂടെ തന്നെ ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ ശ്രുതിയുടെ കാൽ തട്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു കുടം വെള്ളം അങ്ങ് മറിഞ്ഞു വീണു. അതൊരു അശുഭ ലക്ഷണമായി ലക്ഷ്മിയമ്മക്ക് തോന്നി. ഇന്ന് ഈ പണം കൊടുക്കരുത്, അത്ര നല്ലതല്ല എന്ന് ലക്ഷ്മിയമ്മ രേവതിയോട് രഹസ്യമായി പറഞ്ഞു. ആ വീട് വാങ്ങുന്നതിന് ശരിയാകില്ല എന്ന് ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ തോന്നുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. രേവതി ഇത് ശ്രുതിയോടും പറയാൻ നോക്കിയെങ്കിലും ലക്ഷ്മിയമ്മ തടഞ്ഞു. നീ പറഞ്ഞ അസൂയ കൊണ്ടാണെന്ന് അവർ കരുതുന്നത്, അതുകൊണ്ട് നീ ഇത് ഇടപെടണ്ട എന്ന് അവർ ഉപദേശിച്ചു. എങ്കിലും രേവതിക്ക് അടങ്ങിയിരിക്കാനൊന്നും പറ്റിയില്ല. അവൾ ഓടിച്ചെന്ന് ശ്രുതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാല് തട്ടിയതും ശകുനപ്പിഴയും ഒക്കെ കേട്ടപ്പോൾ ശ്രുതിക്ക് ചെറിയൊരു പേടി തോന്നി. എന്നാൽ വിശ്വനാഥനും ഭാര്യയ്ക്കും ഇത് കേട്ടിങ്ങ് പേടിച്ചു പോയി. പണം കിട്ടാതെ പോകുമോ എന്നായിരുന്നു അവരുടെ ആദി. ഉടനെ തന്നെ അവർ ചോദിക്കുന്നുണ്ട്, ഇതാരാണ് എന്ന്. എൻ്റെ അനുജന്റെ ഭാര്യയാണ്, ഇവർക്കൊക്കെ അസൂയാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി രേവതി അങ്ങ് തള്ളി പറഞ്ഞു. ഒടുവിൽ ശ്രുതിയെ കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് തന്നെ ആ ഒരു അഡ്വാൻസ് തുക കൊടുപ്പിച്ചു. അതേസമയം രേവതിക്ക് ഓഡിറ്റോറിയം മാനേജറുടെ വിളി വരികയാണ്. ഒരു വലിയ ഡെക്കറേഷൻ ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ഒരു കുടുംബം തങ്ങളുടെ മകളുടെ കല്യാണത്തിന് രേവതിയെ കൊണ്ട് തന്നെ ഡെക്കറേഷൻ ചെയ്യിപ്പിക്കണമെന്ന് നിർബന്ധം പിടിച്ചു നിൽക്കുകയാണ്. എന്നാൽ വർഷങ്ങളായി അവിടെ വർക്ക് ചെയ്യുന്ന ഹേമ എന്ന സ്ത്രീക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. തന്റെ കമ്മീഷൻ പോകുമെന്ന ഭയത്താൽ അവിടെയുള്ള സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തി ആ ഒരു ഓർഡർ തട്ടിയെടുക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. രേവതി തന്റെ കണക്കുകൾ അവതരിപ്പിച്ചു. 1,20,000 രൂപ എന്ന് അവൾ പറഞ്ഞു. എന്നാൽ ഹേമ ഇടപെട്ട് അതിന്റെ പകുതി പൈസക്ക് താൻ ചെയ്തു തരാമെന്ന് വാഗ്ദാനം നൽകി. വർഷങ്ങളുടെ പാരമ്പര്യമുള്ളത് കൊണ്ട് തന്നെ തനിക്ക് പൂക്കൾ വില കുറച്ച് കിട്ടുമെന്നൊക്കെ കള്ളം പറഞ്ഞ് ആ ഒരു ഓർഡർ അവൾ അങ്ങ് സ്വന്തമാക്കി. രേവതിക്കത് വല്ലാത്ത സങ്കടമായി പോയിരുന്നു. പിന്നീട് അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ഹേമ അത്ര നല്ലവളൊന്നും അല്ല എന്നും ദുർമരണം നടന്ന വീടുകൾ തട്ടിയെടുത്ത് പെയിന്റ് അടിച്ച് മറിച്ച് വിൽക്കുകയാണെന്നൊക്കെ പറയും.
വിഷമത്തോടു കൂടെ തന്നെ രേവതി വീട്ടിലേക്ക് എത്തിയപ്പോൾ ചന്ദ്രമതി വലിയ ആഘോഷത്തിലാണ്. നാളെ സുധിയുടെ പുതിയ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവര്. ഏത് സാരി എടുക്കണമെന്ന കൺഫ്യൂഷനിലാണ്. രവീന്ദ്രൻ അതിനെയൊക്കെ കളിയാക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതിക്ക് അതൊക്കെ പുച്ഛമായിരുന്നു. പിറ്റേന്ന് എല്ലാവരും കൂടി ആ ഒരു വലിയ വീട്ടിലേക്കെത്തി. ബാക്കി 25 ലക്ഷം രൂപ കൂടെ കൊടുത്തുകൊണ്ട് തന്നെ വീടിന്റെ താക്കോല് വാങ്ങി. വിശ്വനാഥനും ഭാര്യയും കൂടെ പണം കിട്ടിയ ഉടനെ തന്നെ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള തിരക്കിലായിരുന്നു. അവരൊരു ടാക്സിയിൽ പോകുമ്പോൾ സച്ചിയുടെ വണ്ടിയുമായിട്ട് ഇടിക്കാൻ പോയി. സച്ചി അവരോട് തട്ടിക്കയറിയപ്പോൾ സുധി വന്ന് അവനെ ശകാരിച്ചു. ഒരു ടാക്സിയിലാണ് ഈ വീടിന്റെ ഓണർ പോകുന്നത് എന്ന് കണ്ടപ്പോൾ സച്ചിക്ക് ചെറിയൊരു സംശയം തോന്നി. ചന്ദ്രമതി ആ വീടൊക്കെ കണ്ട് മതിമറന്ന് നടക്കുകയാണ്. രേവതിയോട് ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ രേവതിക്കത് ഇഷ്ടപ്പെടുന്നില്ല. വർഷയും ചന്ദ്രമതിയെ ഒന്ന് അടക്കിയിരുത്തി. വീടിന് പേരിടാനും പ്രേതബാധ ഉണ്ടോ എന്നൊക്കെ നോക്കണമെന്നൊക്കെ പറഞ്ഞ് ആളെ വരുത്തിയിട്ട് സുധി പണം കളയാണ്. ഇതിനിടയിലാണ് ബാങ്ക് ലോണിന്റെ കാര്യത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാവുന്നത്. 2 കോടി രൂപ മാത്രമേ ലോണ് കിട്ടുകയുള്ളൂ എന്ന് ബാങ്ക് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇനി 70 ലക്ഷം കൂടെ വേണം. ആ പണം കണ്ടെത്താൻ സുധി തന്റെ കുടുംബ വീട് വിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. സച്ചി ഇത് ശക്തമായി തന്നെ എതിർത്തു. ശ്രുതി തന്റെ അച്ഛൻ ജയിലിൽ നിന്നും ഇറങ്ങിയെന്നും പണം തരുമെന്നൊക്കെ കള്ളം പറയാണ്. ഒടുവിൽ അവളുടെ കള്ളങ്ങളെല്ലാം തന്നെ ഓരോന്നോരോന്നായി പുറത്തു വരാൻ പോവുകയായിരിക്കും. 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ട് ബാക്കി പണം കണ്ടെത്താനാവാതെ സുധി വല്ലാത്ത കടക്കണിയിൽ അകപ്പെട്ടിരിക്കുകയായിരിക്കും. അന്ന് രാത്രി വീട്ടിൽ വലിയൊരു പുകില് തന്നെയായിരുന്നു നടന്നത്. സുധിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു 70 ലക്ഷം രൂപ ഒപ്പിച്ചേ പറ്റൂ എന്ന വാശി. തറവാട് വീട് വിൽക്കാതെ വേറെ വഴിയില്ല എന്ന് അവൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. സച്ചിക്കത് കേട്ടപ്പോൾ ദേഷ്യം സഹിക്കാനായില്ല. എടാ, അച്ഛനും അമ്മയും ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീട് നിന്റെ ഓരോരോ വിഡ്ഢിത്തരത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ സച്ചി തുറപ്പിച്ചു പറഞ്ഞു. ചന്ദ്രമതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. തന്റെ പൊന്നുമോനൊരു ആപത്തിൽപ്പെട്ട് നിൽക്കുകയല്ലേ എന്നോർത്തപ്പോൾ അവർക്ക് സങ്കടം വന്നു. പക്ഷേ താമസിക്കുന്ന വീട് വിൽക്കുന്ന കാര്യത്തോടും അവർക്കത്ര യോജിപ്പൊന്നുമില്ലായിരുന്നു. ശ്രുതിക്കാവട്ടെ തന്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ പുറത്തു വരുമോ എന്ന ഭയത്തിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്നും മുങ്ങാൻ നോക്കാണ് ശ്രുതി. അപ്പോഴാണ് സച്ചിക്കൊരു ബുദ്ധി തോന്നിയത്. അവൻ നേരെ തന്റെ സുഹൃത്തായൊരു വക്കീലിനെ വിളിച്ചു. ഈ വിശ്വനാഥൻ കൊടുത്ത പ്രമാണങ്ങളുടെ കോപ്പി സച്ചിയുടെ കയ്യിലുണ്ടായിരുന്നു. അത് പരിശോധിച്ച വക്കീല് പറഞ്ഞത് കേട്ട് സച്ചി ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. ആ ആധാരം വ്യാജമാണെന്നും ആ വീടിപ്പോൾ ഒരു ബാങ്ക് ജപ്തിയുടെ വക്കീലാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഗതി അറിഞ്ഞതോടുകൂടി തന്നെ സച്ചി നേരെ ആ ഒരു പഴയ ടാക്സിക്കാരനെ കണ്ടുപിടിക്കാനിറങ്ങി. ഇതേ സമയം രേവതിയുടെ ജീവിതത്തിലും വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ടായിരുന്നു. ഓർഡർ തട്ടിയെടുത്ത ഹേമ ആ കല്യാണ വീട്ടിൽ വലിയൊരു അബദ്ധം കാണിച്ചു വെച്ചു. വില കുറഞ്ഞ പൂക്കളും പ്ലാസ്റ്റിക് അലങ്കാരങ്ങളും ഉപയോഗിച്ചത് കണ്ട് ആ വീട്ടുകാർക്ക് ദേഷ്യം വന്നു. അവർ ഹേമയെ അവിടെ നിന്നും ആട്ടി പുറത്താക്കി. ഒടുവിൽ ഗതികെട്ട് ആ മാനേജർ വീണ്ടും രേവതിയെ തന്നെ വിളിച്ചു. മോളെ, നീ വന്ന് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. നിനക്ക് ചോദിക്കുന്ന പൈസ തരാമെന്ന് അയാൾ പറഞ്ഞു. രേവതി ആദ്യം ഒന്ന് മടിച്ചുവെങ്കിലും സച്ചിയുടെ നിർബന്ധപ്രകാരം അവൾ അങ്ങോട്ടേക്ക് ചെന്നു. വെറും 5-6 മണിക്കൂർ കൊണ്ട് തന്നെ ആ ഹാളിനെ അവൾ ഒരു സ്വർഗമാക്കി മാറ്റി. അത് കണ്ടപ്പോൾ വീട്ടുകാർക്ക് അത്രയും അധികം സന്തോഷമായി. അവർ അവൾക്ക് പറഞ്ഞതിലും കൂടുതൽ തുക പാരിതോഷികമായി നൽകി. തന്റെ കഠിനാധ്വാനത്തിന് ഫലം കിട്ടിയ സന്തോഷത്തിൽ രേവതി നിൽക്കുമ്പോഴാണ് സച്ചിയുടെ വിളി വരുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഉടനെ തന്നെ ആ ഒരു പുതിയ വീട്ടിലേക്ക് എത്താൻ അവൻ പറഞ്ഞു. രേവതി സച്ചിയും കൂടി ആ വീട്ടിലേക്ക് എത്തുമ്പോൾ സുധി അവിടെ വിശ്വനാഥനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ബാക്കി പണം കൂടി നൽകിയ ഉടനെ തന്നെ രജിസ്ട്രേഷൻ നടത്താമെന്നതായിരുന്നു അവരുടെ പ്ലാന്. എന്നാൽ സച്ചി പോലീസുമായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. വിശ്വനാഥനും ഭാര്യയും പണവുമായി മുങ്ങാൻ തുടങ്ങിയതിൽ തന്നെ പോലീസ് അവരെ പൊക്കി. അവർ നേരത്തെയും ഇതുപോലെ പലരെയും പറ്റിച്ച് വലിയൊരു സംഘത്തിന്റെ ഭാഗമാണെന്ന് അപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. സുധി നൽകിയ 30 ലക്ഷം രൂപ വിശ്വനാഥന്റെ കയ്യിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. സുധിയുടെ കാല് വിറക്കാൻ തുടങ്ങി. താൻ വലിയൊരു ചതിക്കുഴിയിലാണ് വീണത് എന്ന് അപ്പോഴാണ് അവന് ബോധ്യപ്പെട്ടത്. ചന്ദ്രമതിക്കും അപ്പോഴാണ് വെളിച്ചം വീണത്. തന്റെ മകന്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാണല്ലോ ഇതെന്ന് അവർ വേദനയോട് കൂടെ തന്നെ ഓർത്തെടുത്തു. എന്നാൽ നാടകം അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ സച്ചി പൊളിച്ചടക്കി. മലേഷ്യയിലെ അച്ഛനും അക്കൗണ്ട് ഫ്രീസ് ചെയ്ത കഥകളൊക്കെ വെറും തള്ളലായിരുന്നു എന്ന് ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്നുമല്ല, ശ്രുതിയുടെ അച്ഛൻ എന്നോ മരിച്ചുപോയതാണെന്നും അച്ഛൻ മലേഷ്യയിലാണെന്നൊക്കെ അവൾ വെറുതെ പറഞ്ഞതാണെന്നൊക്കെ എല്ലാ സത്യവും തന്നെ സച്ചി എല്ലാവർക്കും തെളിവ് സഹിതം തന്നെ നിരത്തി. സച്ചിയുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പോലും കഴിഞ്ഞില്ലട്ടോ ശ്രുതിക്ക്. ശ്രുതിയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലായി പോയി. തന്റെ ഭാര്യയും തന്നെ പറ്റിക്കുമായിരുന്നു എന്നറിഞ്ഞപ്പോൾ അവനത് സഹിക്കാനായില്ല. താൻ പുച്ഛിച്ചു തള്ളിയ രേവതിയും സച്ചിയുമാണ് ഒടുവിൽ തന്നെ രക്ഷിച്ചത് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. എല്ലാവരും ആ ഒരു വലിയ വീട്ടിൽ നിന്നും തങ്ങളുടെ പഴയ കൊച്ചു വീടായ ചന്ദ്രോദയ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. തന്റെ വീട് വിൽക്കേണ്ടി വന്നില്ലല്ലോ എന്നോർത്ത് രവീന്ദ്രൻ ആശ്വസിച്ചു. രേവതി തന്റെ അധ്വാനം കൊണ്ട് നേടിയ വിജയം ആ കുടുംബത്തിന് പുതിയൊരു ഉണർവ് നൽകി. അഹങ്കാരം കൊണ്ട് ഒന്നും നേടാനാവില്ല എന്നും സത്യസന്ധമായ അധ്വാനം കൊണ്ട് മാത്രമേ നിലനിൽക്കൂ എന്നും സുധിയും ചന്ദ്രമതിയും കൂടി വൈകിയാണെങ്കിലും മനസ്സിലാക്കി. അങ്ങനെ വലിയൊരു ആപത്തിൽ നിന്നും ആ ഒരു കുടുംബം തലനാരിഴക്കങ്ങ് രക്ഷപ്പെട്ടു. ഇനി വരാനിരിക്കുന്നത് രേവതിയുടെയും സച്ചിയുടെയും നല്ല നല്ല നാളുകളായിരിക്കും.
അതും പ്രതീക്ഷിച്ച് നമുക്ക് കാത്തിരിക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.